ഗുരുക്കളെ നമസ്കാരം. ഞാൻ നമ്മൾ ആയുർഗുരുവിനെ കുറിച്ച് എല്ലാവർക്കും ഒന്ന് പറയാനുള്ളൊരു കാര്യമാണല്ലോ നമ്മളിതിനകത്തൂടെ ഒന്ന് ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പം ആയുർഗുരു എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കളരി ചികിത്സയും അതുപോലെ തന്നെ ആയുർവേദവും കൂടി മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് അസുഖങ്ങൾക്കും അതുപോലെ തന്നെ സുഖചികിത്സയ്ക്കും വെൽനസ് ട്രീറ്റ്മെൻറ്റിനുമൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനാണല്ലോ നമ്മൾ ഈ ഒരു പ്രസ്ഥാനം തുടങ്ങിയിരിക്കുന്നത്. അതെ. അതിനോടൊപ്പം തന്നെ നമ്മൾ കൾച്ചറൽ പ്രോഗ്രാം, കളരിയുടെ യോഗ, മെഡിറ്റേഷൻ, അതോടൊപ്പം കളരി പെർഫോമൻസ്, പിന്നെ നമ്മുടെ പാരമ്പര്യ കലകളായിട്ടുള്ള പല കാര്യങ്ങളൂടെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അപ്പം കഥകളി, മോഹിനിയാട്ടം തൊട്ടുള്ള ആയിക്കോട്ടെ, നമ്മളെ ഗസലായിക്കോട്ടെ, അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ക്ലാസ്സുകളും വർക്ക്ഷോപ്പുകളും എല്ലാം കൂടി വരുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണല്ലോ നമ്മളിതിനെ രൂപവൽക്കരണം ചെയ്തിരിക്കുന്നത്. അതെ അതെ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളെ കളരി ചികിത്സയും അത് ആയുർവേദത്തിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ചുമൊക്കെ ഒരു കാര്യങ്ങൾ ഗുരുക്കളെന്ന നിലയിൽ ഒന്ന് മറ്റുള്ളവരുമായിട്ടൊന്ന് ഷെയർ ചെയ്താട്ടെ. ഇപ്പം എൻ്റെ ഒരു പാരമ്പര്യം പറഞ്ഞാൽ, നമ്മൾ ഒരു CBN പാരമ്പര്യത്തിലുള്ള ആളാണ് ഞാൻ. അച്ഛൻ മലബാർ പി വാസുദേവൻ ഗുരുക്കൾ, അദ്ദേഹം കോട്ടയിൽ കണാരൻ ഗുരുക്കളുടെ താവഴിയിലുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വത്സര ശിഷ്യനായിട്ടുള്ള CV നാരായണൻ നായർ, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പത്തകിൽ ഗോപാലൻ ഗുരുക്കൾ, അദ്ദേഹത്തിൻ്റെ സീനിയർ ശിഷ്യൻ അച്ഛൻ. അപ്പം അച്ഛൻ്റെ കാലഘട്ടത്തിൽ അച്ഛന് നിരവധി ആയുർവേദ ആചാര്യന്മാരുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു ആ കാലഘട്ടങ്ങൾ. അപ്പം അത് നമ്മുടെ ഹെലത്തൂരുണ്ടായിരുന്ന ബാലകൃഷ്ണൻ ഡോക്ടർ, അത് വാര്യർ സാറ്, അതുപോലെ ഏറ്റവും സത്യദേവ് എന്ന് പറഞ്ഞ്, അതുപോലെ ശിഷ്യന്മാരായിട്ടുള്ള വിജയകുമാർ, രാജൻ, ഇവരൊക്കെ ആയിട്ടുള്ള ആ സമയങ്ങളിൽ ഇവരും ഒക്കെ ആയിട്ട് ഈ ചികിത്സാ കാര്യങ്ങളിൽ, അതുപോലെ കോവിലകത്തെ കടുത്തുരുത്തി അമ്മയുടെ തറവാട് ആയിട്ടുള്ള അവിടുന്ന് കുട്ടൻപിള്ള, അതെല്ലാം ആയുർവേദ പാരമ്പര്യത്തിലെ മഹാചാര്യന്മാരവരെല്ലാം. അപ്പോൾ അവരുമായിട്ടുള്ള ബന്ധം അച്ഛൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഈ കളരി ചികിത്സയും ആയിട്ട്, കളരി ചികിത്സ പല കാര്യങ്ങൾക്കും അതിനോട് ചേർത്ത് ചെയ്യുമ്പോൾ ഉള്ളായിരുന്ന ഗുണം ശരിക്കും മനസ്സിലാക്കിയ ആളാണ് അച്ഛൻ. അതിൽ നിന്ന് അച്ഛൻ പിന്നീട് ഉള്ള പല ചികിത്സകളിലും ഈ ഇങ്ങനെയുള്ളൊരു ഐഡിയ, അതിനോടൊപ്പം തന്നെ നമ്മുടെ യോഗ, കുമരൻ ബോധാൻ സ്വാമിയുടെ ശിഷ്യനായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെയുള്ള അറിവുകൾ ഇതെല്ലാം സ്വാംശീകരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ചികിത്സകൾ ചെയ്യുമ്പോൾ അതിനുള്ള റിസൾട്ടുകൾ കൂടുതലാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കളരി ലഘുപത്യത്തോടെയുള്ളതാണ് കളരി ചികിത്സ. അതിൻ്റെ കൂടെ തന്നെ ഇപ്പം നടുവേദനയായിട്ട് ബന്ധപ്പെട്ടോ പല അസുഖങ്ങൾ, കഴുത്ത് വേദനയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ പിന്നെ ഇപ്പോൾ പിഴിച്ചിലിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പകരം ഒഴിച്ചിലായിട്ട്, കളരിയുടെ ഒഴിച്ചിൽ എന്ന് പറഞ്ഞാൽ കയ്യും കണക്കൊക്കെ വെച്ചുള്ള ഒഴിച്ചിലാണ്. അതും മരുന്ന് സേവ കൂടുതൽ ആയുർവേദത്തിൻ്റെ ഒക്കെ വരുമ്പോൾ ഭയങ്കരമായ റിസൾട്ട്, കുറച്ചും കൂടെ റിസൾട്ട് ഫാസ്റ്റായിട്ട് വരുന്നു. അപ്പോൾ ഇത് തമ്മിൽ യോജിപ്പിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതുകൊണ്ടുള്ള ഫലം നമുക്ക് അത്ഭുതമാണ്. നമുക്ക് പെട്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അതുപോലുള്ള ഗുണങ്ങൾ ഇത് കിട്ടുന്നുണ്ട്. അത് പൊതുവെ എല്ലാവർക്കും അത് ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് ഇതൊരു വേറിട്ട് നിൽക്കാതെ ഇത് ഒന്നിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു ശൈലി ഇപ്പം നമ്മളായിട്ടത് കൊണ്ടുവരുമ്പം അത് ജനങ്ങൾക്ക് നല്ല ഉപകാരപ്രദമാകും. ഒത്തിരി അസ്വസ്ഥതകൾക്ക് ഇത് ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഈ കളരി, യോഗ, മെഡിറ്റേഷൻ ഇത്തരം കാര്യങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതായിട്ടുള്ളതാണല്ലോ നമ്മുടെ അനുഭവത്തിലുള്ള ആള്. അതെ അതെ. അപ്പോൾ അത് എത്രത്തോളം ഇതാണെന്നുള്ളത് കൂടി, അത് ഈ കളരി യോഗയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പരിശീലിക്കുന്ന സമയത്ത് കളരി യോഗ ഒരു ആക്റ്റീവ് മെഡിറ്റേഷൻ എന്നുള്ള രീതിയിലാണ് കളരിപ്പയറ്റിനെ കാണുന്നത്. അതെ. അപ്പോൾ പലപ്പോഴും യോഗയ്ക്ക് പരിശീലനത്തിൽ വരുന്നവർക്കെല്ലാം തന്നെ ശരീരം അതിന് ശിഥിലീകരണം, അതിന് വേണ്ടിയിട്ട് ഒരുക്കുന്ന അവസ്ഥ, അങ്ങനെയുള്ള ധ്യാന മാർഗങ്ങൾ കൂടുതൽ അവർക്ക് ഫോക്കസ് കിട്ടാൻ വേണ്ടി കളരിയിലെ മെയ്പ്പേറ്റ് പോലുള്ള കാര്യങ്ങൾ അച്ഛൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു. തിരിച്ചും ചെയ്യാറുണ്ടായിരുന്നു കളരിപ്പയറ്റിൽ. അതിനകത്തിപ്പോൾ നമ്മളിപ്പോൾ ആയുർവേദത്തിലിപ്പോൾ നമുക്ക് ഏറ്റവും വലിയ 2-3 ഡോക്ടേഴ്സാണല്ലോ നമ്മൾ ആയുർഗുരുവിലുള്ളത്. ഒന്ന് ഡോക്ടർ ഐശ്വര്യ, അപ്പോൾ അവരൊരു ഓൺകോളജി, ആയുർവേദത്തിലെ ഓൺകോളജി സ്പെഷ്യലിസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മളെ പിന്നെ അവർ
ഗൈനിക് ആൻഡ് ഇൻഫെർട്ടിലിറ്റി, ഓർത്തോ പ്രോബ്ലംസ് ചെയ്യുന്നവര്, അതുപോലെ തന്നെ മൈൻഡ്, ഡോക്ടർ ഹരി കോട്ടക്കലിലെ, അപ്പൊ അവര് മൈൻഡ് ആൻഡ് വർമ്മ ചികിത്സ, നെർവിന്റെ ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പൊ ഇവരും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നമ്മൾ ഈ കളരി ചികിത്സയും കൂടി ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് യഥാർത്ഥത്തിൽ അത്ഭുതകരമായ ഒരു മാറ്റം, ഒരു വലിയൊരു നല്ലൊരു ടീമിനെയാണല്ലോ ഗുരുക്കൾക്ക് കിട്ടിയിരിക്കുന്നത്. ഉറപ്പായിട്ടും. അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞ കണക്ക് പല കാര്യങ്ങൾക്കും അത് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള റിസൾട്ട് കൊടുക്കാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഗുരുക്കൾക്കില്ലേ? ഉറപ്പായിട്ടുണ്ട്. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് അറിവുകൾ എനിക്കും ഈ അച്ഛൻ്റെ മാർഗത്തിൽ തന്നെ ഇവരുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാനും അവരുമായിട്ട് പല കാര്യങ്ങളും മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ട് ഈ ചികിത്സ പറ്റി, ആയുർവേദ ചികിത്സ പറ്റി തന്നെ. അപ്പോൾ അതുപോലെ ഗഹനമാണ് ആ ചികിത്സ. അപ്പോൾ ആ അറിവുകൾ പലപ്പോഴും ഏതെങ്കിലും ഇങ്ങനെയുള്ള പല ചികിത്സകളും നമുക്ക് എടുക്കേണ്ടതാണോ അതോ കൂടുതൽ വൈദഗ്ധ്യത്തോടെ ചെയ്യേണ്ടതാണോ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കഴിവും ഇത് എവിടെയൊക്കെ അതിന് കഴിവില്ലായ്മ വരുന്നുണ്ടെന്നുള്ളതും മറ്റുള്ള ചികിത്സകളുടെ ഇതുപോലെ തന്നെയുള്ള അവസ്ഥ നമുക്ക് മനസ്സിലാക്കുകയും ഇത് സന്നിവേശിപ്പിക്കുമ്പോൾ അതിനകത്ത് യോഗ മാർഗവും കളരി യോഗ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നീട് ഈ അസ്വസ്ഥതകൾ നമ്മൾ ചികിത്സിക്കുന്ന ഒരാൾക്ക് പിന്നീട് ഈ അസ്വസ്ഥതകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെയേറെ അത് ഗുണപ്രദമാകുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഈ അറിവുകൾ ഇത് മനസ്സിലാക്കുകയും ഇതിന് പ്രായോഗികമായിട്ടുള്ള അതിൻ്റെ പ്രതിഫലനം നമുക്ക് മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഉറപ്പായിട്ട് നമുക്ക് നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് ഇത് ഇങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എന്തുകൊണ്ട് നമുക്ക് സാധ്യമാവും. ഇതിനകത്ത് ഒരു ബാക്കിയുള്ള ഒരു തലം എന്ന് പറഞ്ഞാൽ മനസ്സിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞു. അത് കളരി യോഗ മെഡിറ്റേഷൻ ഒരു ഭാഗമാണ്. അപ്പോൾ അത് അവിടെ നിൽക്കുമ്പം തന്നെ നമ്മൾ അതിൻ്റെ ഒരു ക്ലാസ്സുകളും വർക്ക്ഷോപ്പുകളും നമ്മൾ കളരി യോഗ മെഡിറ്റേഷൻ, പിന്നെ നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസുകളെ കുറിച്ചിട്ടുള്ള, അതായത് എടുത്തു പറഞ്ഞാൽ നമ്മൾ ട്രൈബലിനെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ തുടിതാളം പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മോഹിനിയാട്ടം, കഥകളി തുടങ്ങിയ മറ്റ് നൃത്ത രൂപങ്ങളെ കുറിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഗസല് കണക്കുള്ള കാര്യങ്ങൾ നമ്മൾ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് മ്യൂസിക് തെറാപ്പി എന്ന് തന്നെ പറയാം. അപ്പോൾ അത് നമ്മൾ രോഗികൾക്കും അത് ഉപകാരപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്കും അതൊരു മെന്റലി ഇതൊക്കെ ചെയ്യുന്നവർക്ക് ഒരു റിലാക്സേഷൻ എന്ന നിലയിലേക്കും അത് ഉപകാരപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ലാസ്സുകളും കാര്യങ്ങളും ഈ ആയുർഗുരുവിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ? എങ്ങനെയാണത്? നമ്മളത് ഇത് ആയുർ ഗുരു എന്നാണ് നമ്മൾ പേര് തന്നെ അറിയാം. അതെ. അപ്പം അതിനകത്തൊരു ഗുരുപാരമ്പര്യത്തിന്റെ സങ്കല്പം തന്നെ അതിനകത്ത് നമ്മൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും, ഈ കലാപരമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കും എല്ലാം തന്നെ ഇതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ പ്രതലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് എത്രത്തോളം കാര്യങ്ങൾ സ്വാംശീകരിക്കാൻ പറ്റുമോ അതിനുള്ള എല്ലാ സാധ്യതകളും വർക്ക്ഷോപ്പുകൾ. ഇപ്പം നമ്മൾ തന്നെ മോഡേൺ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് എത്രയോ വർക്ക്ഷോപ്പുകൾ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി ഇപ്പോൾ നമ്മൾ നടത്താൻ നമ്മളിപ്പോൾ അടുത്ത 2 മാസത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ ഇറ്റലിയിലെ ഒരു ടീം വന്നു, അവർ വന്നിട്ട് കഴിഞ്ഞ 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പം ഇവർക്കെല്ലാം തന്നെ ഇനി നമുക്ക് ഇങ്ങനെയുള്ള നമ്മുടെ ഒരു പ്രസ്ഥാനത്തിൽ കൂടെ അവർക്ക് വരാനും അവർക്ക് എല്ലാ ക്ലാസിക്കൽ ആയിട്ടുള്ള നമ്മൾ ക്ലാസിക്കലായിട്ടുള്ള ഇപ്പം കഥകളി, അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് തിയേറ്റർ ആർട്ടിസ്റ്റുകൾ, പിന്നെ മോഹിനിയാട്ടം, ഇതുപോലുള്ള കലകളെല്ലാം തന്നെ വന്ന് നിൽക്കാനും അത് പഠിക്കാനും അതിൻ്റെ കൂടെ തന്നെ അതിനെ കുറച്ചും കൂടെ പ്രൊമോട്ട് ചെയ്യത്തക്ക രീതിയിൽ കളരി യോഗയുടെ പരിശീലനം അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് പോകാനും ഈ പറഞ്ഞ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഇപ്പോൾ ചവിട്ടി ഒഴിച്ചിൽ പോലുള്ള കാര്യങ്ങളുണ്ട്. അത് ഈ ആർട്ടിസ്റ്റുകൾക്ക് പ്രത്യേകിച്ചും വളരെ ഗുണം ചെയ്യും. അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടോടെ ഉള്ള സമീപനം ഉള്ള ഒരു പ്രസ്ഥാനങ്ങൾ വളരെ കുറവായിപ്പോൾ. ഇത്ര തുറന്ന സമീപനത്തോടു കൂടി ഒരു കാര്യം കൊണ്ടുവന്നാൽ ഇതിങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ നല്ലതായിട്ട് ഗുണപ്രദമാകും. 100%. അതായത് ഒരു അസാധ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള വലിയ ഓൺകോളജി കണക്കുള്ള അതിനകത്തുള്ള ചികിത്സാ രീതികളുണ്ട്. എല്ലാ രീതിയിലുള്ള മെൻ്റൽ പ്രശ്നങ്ങളും മറ്റെല്ലാ വിഷയങ്ങൾക്കും ഉള്ളതുണ്ട്. അതിനോടൊപ്പം നമ്മളെ കളരി ചികിത്സയും കൂടി ചേർന്നുകൊണ്ടുള്ളതിനോട് കണ്ട് വെൽനസ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതിനോടൊപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കളരി യോഗ മെഡിറ്റേഷൻ തുടങ്ങി മറ്റുള്ള വർക്ക്ഷോപ്പുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞ കൾച്ചറൽ സെൻ്ററുമായി ബന്ധപ്പെട്ട് വർക്ക്ഷോപ്പുകളുണ്ട്. ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു പ്രസ്ഥാനം ഇവിടെ ഇല്ല എന്ന് തന്നെ വേണേൽ പറയാം. ഇവിടെ ഒരാദ്യമായിരിക്കും ചികിത്സകളും അതിനോടൊപ്പം മറ്റു കാര്യങ്ങൾ. അപ്പോൾ അത് പൊതുവെ ഗുരുക്കൾ ഇത് ചെയ്യുന്നത് സാധാരണ നിലയിലുള്ള രോഗികൾക്ക് പോലും അവർക്കും ഈ ഒരു ക്ലാസ്സുകളും മ്യൂസിക്കുകളും ഒക്കെ കേൾക്കുമ്പോൾ അവർക്കൊരു മെന്റലി ഒരു റിലാക്സേഷൻ വരികയും അത് അസുഖങ്ങളെ ക്യൂർ ചെയ്യുന്നതിന് പോലും അത് സഹായിക്കപ്പെടും എന്നുള്ള ഒരു മെസ്സേജ് അല്ലേ കൊടുക്കുന്നത്? ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം അത് എപ്പോഴും നമ്മൾ ഈ പറയുന്ന ഈ ചികിത്സകൾക്കെല്ലാം തന്നെ ഇപ്പം ശരീരത്തിനും മനസ്സിനും അതിന് വളരെ ഗൗരവമായ ബന്ധമുണ്ട്.
അത് എപ്പോഴും ആ ബന്ധം തന്നെ നിലനിൽക്കുന്നതാണ്. അപ്പോൾ ആ ബന്ധം പിന്നെ അത് ക്ലിയർ ചെയ്യണമെങ്കിൽ ഒരു എഫക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ കൈകാര്യം ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ഒരു വ്യക്തിയുടെ ചികിത്സയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തി. ഇപ്പോൾ ഇതൊക്കെ ആസ്വാദനം, ഇപ്പോൾ നമ്മൾ ഈ അസുഖത്തിന് വരുന്നവർ ഈ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു അസുഖം എന്നുള്ള രീതിയിൽ അതിനെ കാഴ്ചപ്പാട് തന്നെ മാറ്റിക്കളയണം. അതെ, മനസ്സിലായില്ലേ? നമ്മളൊരു എന്താ പറയുക, ഫിസിക്കലി മെൻ്റലി വന്നിരിക്കുന്ന ചെറിയ ചെറിയ വിഷയങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക, എനർജി ചാനലൈസ് ചെയ്യുക. അതെ. അപ്പോൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ആസ്വദിക്കുക. നമ്മളിപ്പോൾ തന്നെ ഉദ്ദേശിക്കുന്നത് കഴിയുമ്പോൾ നമുക്ക് ഓരോ ദിവസങ്ങളിലും കലാപരമായിട്ടുള്ള കാര്യങ്ങൾ കാണുക, അതിനകത്ത് അവർ ഇൻവോൾവ് ആകുക. ഇതൊക്കെ തന്നെ നമ്മൾ പല ഗുരുക്കന്മാരെ സാധ്യതകളുണ്ട്, അവരെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവർക്കെല്ലാം തന്നെ ഇതൊരു രോഗത്തിന്റെ അവസ്ഥയാണെന്നുള്ള സംഭവം തന്നെ മനസ്സിൽ നിന്ന് കളഞ്ഞുകൊണ്ട് ഒരു രോഗിയുടെ മനസ്സിൽ നിന്ന് ഒരു രോഗിയല്ല എന്നുള്ള രീതിയിലാക്കി മാറ്റും. അതെ, ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഒരു അവയർനെസ് കൊടുത്താൽ, പുതിയൊരു കാഴ്ചപ്പാട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. രോഗാവസ്ഥ വന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അത് നമ്മൾ നിലനിർത്തുന്നത് നമ്മളിലുള്ള ആറ്റിറ്റ്യൂഡ്സാണ്. ആ ആറ്റിറ്റ്യൂഡ്സ് നമ്മൾ മാറ്റുമ്പോൾ, ശാരീരികവും മാനസികമുള്ള ആറ്റിറ്റ്യൂഡ്സ് നമ്മൾ മാറ്റുമ്പോൾ, അത് എന്താ പറയുന്ന ഒരു കാറ്റടിച്ചു പോകുമ്പോൾ അത് അവിടെ നിന്ന് കാറ്റടിക്കുമല്ല, അതങ്ങനെ അടിച്ചു പോകും. അതിനനുസരിച്ച് നമ്മൾ രൂപപ്പെടുത്തി നമ്മളെ തന്നെ മാറ്റുന്ന ഒരു പ്രൊസീജിയർ ഇപ്പം നമ്മൾ ഈ പറഞ്ഞതിനകത്തൊക്കെ വരും ഉണ്ട്. അതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇപ്പം യൂറോപ്പ് കണക്കുള്ള മറ്റു രാജ്യങ്ങളിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഏറ്റവും കൂടുതൽ അവർക്കുള്ളത്. ആക്ച്വലി അത് മാനുഷികപരമായിട്ടുള്ള ഈ ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ കുറവ് കാരണവും അവരുടെ ഇത് കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് ഇത്തരം രീതിയിലുള്ള ഒരു സമീപനമായ ഒരു ഹീലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ചികിത്സകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഹീലിംഗ്. അപ്പോൾ ഒരു ഹീലിംഗ് വില്ലേജ് എന്ന നിലയിലേക്ക് ഇതിനെ കൊണ്ടുവരുമ്പം അത്തരം കാര്യങ്ങളിൽ കൂടി അവർക്ക് ഭയങ്കരമായൊരു റിസൾട്ടാണ് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ബോധ്യപ്പെട്ടത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് ഗുരുക്കൾ അത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നോക്കുന്നത്? നമ്മളിപ്പം അതിനകത്ത് നമുക്കിപ്പം നേരിട്ട് പറഞ്ഞാൽ ഇപ്പം ആയുർവേദത്തിൻ്റെ കൺസെപ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും. നമുക്കിവിടെ ഇങ്ങനെയുള്ള പല മീഡിയേഷൻ, അതായത് നമുക്ക് ഇങ്ങനെയുള്ള ധ്യാന മാർഗങ്ങളും പല സങ്കല്പങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. അത് തന്നെ ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, ഈ പാരമ്പര്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനെയൊക്കെ തന്നെ മുറുകെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ, ഈ പാരമ്പര്യങ്ങളെ തന്നെ ഉൾക്കൊള്ളിച്ച് നമ്മൾ പുതിയ തലമുറയിലേക്ക് അത് വാർത്തെടുത്ത് അത് അവരിലേക്ക് സന്നിവേശിപ്പിച്ചാൽ ഇതിനെയൊക്കെ ഒരു പരിധി വരെ തടയാൻ പറ്റും. അത് ബോധവൽക്കരണം എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ അതൊക്കെ എന്താ പറയുന്നത്, ഒരു അധികാരികളുടെ മാർഗത്തിൽ കൂടെയുള്ള ചില കാര്യങ്ങൾ മാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അതിന് പകരം വ്യക്തിബന്ധങ്ങൾക്ക് അടിസ്ഥാനം കൂടുതൽ കൊടുത്തുകൊണ്ട് ഒരു ഗുരുപാരമ്പര്യ സങ്കല്പത്തിലേക്ക് കൊണ്ടുവന്ന് അവർ നമ്മുടെ പാർട്ടാക്കിക്കൊണ്ട് അവരെ നമ്മൾ സംസ്കരിക്കുക എന്നുള്ളതാണ് ഇനി അത്. അപ്പോൾ അതിനകത്ത് എന്തുകൊണ്ട് ഇപ്പം അഡിക്ഷനിലേക്ക് വരുന്ന ആൾക്കാർ, അല്ല അതിന് ഭയങ്കരമായിട്ട് അവരെ ഡിപ്രഷനിലേക്ക് വന്ന് ഭയങ്കരമായിട്ട് തകർന്നു പോകുന്നവർക്കൊന്നും വേറെ മാർഗ്ഗങ്ങളില്ലാത്ത അവസ്ഥ വരിക. അപ്പോൾ ആയുർവേദത്തിൽ അതിന് അതുല്യമായിട്ട് മരുന്നുകളുണ്ട്. നമുക്കത് ഫിസിക്കലി മെന്റലിയും കൈകാര്യം ചെയ്യുന്ന മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പം ഉഴിച്ചിൽ പോലെയുണ്ട്, കളരി യോഗ പോലെയുള്ള കാര്യങ്ങളുണ്ട്, മെഡിറ്റേഷൻസ് ഉണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ ഒന്നിച്ച് സന്നിവേശിപ്പിച്ചാൽ ഇത് ഈ വരും കാലത്ത് ചിലപ്പോൾ ഇതിന്റെ അർത്ഥതലം തന്നെ ആ മഹാബോധത്തിൽ നിന്ന് വന്ന് ഇതിനു വേണ്ടി ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും. അപ്പം എല്ലാ കാര്യങ്ങളും കൂടി ചേർത്തുകൊണ്ട് നമ്മൾ ഈ തുടങ്ങുന്ന ഈ ഒരു ആയുർഗുരു എന്നുള്ളൊരു പ്രസ്ഥാനത്തിന് എന്തായാലും എല്ലാവിധ നന്മകളും നേരുന്നു. എല്ലാ രീതിയിലും അനുഗ്രഹിച്ച് എല്ലാ നിലയിലേക്ക് വരട്ടെ എന്ന് നമ്മൾ സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു.